ഹലോ ഹായ്. ഇന്ന് നമുക്കൊരു ത്രില്ലിംഗ് സ്റ്റോറി കേട്ടാലോ? അപ്പോൾ തുടങ്ങാം. പിന്നെ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഒരു മഴയുള്ള രാത്രി അർജുൻ വണ്ടി ഓടിക്കുകയായിരുന്നു. അടുത്തൊന്നും ഒരു മനുഷ്യനെ കാണാൻ പറ്റിയില്ല. നോക്കിയപ്പോൾ അവിടെ ഒരു ഹോട്ടൽ. അവൻ കുറച്ചു നേരം വിശ്രമിക്കാമെന്ന് പറഞ്ഞ് ആ ഹോട്ടലിൽ കയറി. റിസപ്ഷനിൽ ആരുമില്ല, പക്ഷേ ഒരു കീ ഇരിക്കുന്നു. അവൻ ആ കീ എടുത്തു. അതിൽ റൂം 13. അവൻ സ്റ്റെപ്പ് കയറി കോറിഡോറിലൂടെ നടന്നു. 10, 11, 12. അത് കഴിഞ്ഞ് നേരെ 14. റൂം 13 അവിടെ. അവൻ ആശ്ചര്യപ്പെട്ടു. അവൻ കുറച്ചു നേരം അവിടെ നിന്നു. എന്നിട്ട് ഒന്നുകൂടെ നടന്നു. അപ്പോൾ അതാ 12-നും 14-നും ഇടയ്ക്കൊരു റൂം. അവൻ പിന്നെ ഞെട്ടി. നേരത്തെ റൂം ഇവിടെ ഇല്ലായിരുന്നല്ലോ. അവൻ എന്തായാലും ആ റൂമിനകത്ത് കയറി. അപ്പോൾ ആ റൂം വളരെ നോർമലായിരുന്നു. ഒരു കട്ടിൽ, പിന്നെ ഒരു കണ്ണാടി, ഒരു ബാത്റൂം, അത്യാവശ്യം നീറ്റായിട്ടുള്ള റൂം. അവൻ ശ്രദ്ധിച്ചപ്പോൾ അവിടെ കട്ടിലൊരു ഡയറി കാണാൻ പറ്റി. ആ ഡയറി അവൻ തുറന്നു. അതിൽ യു ലെഫ്റ്റ് മീ എന്നെഴുതിയിരിക്കുന്നു. അവന് മനസ്സിലായില്ല. അവൻ പെട്ടെന്ന് കണ്ണാടിയിലേക്ക് നോക്കി. അപ്പോൾ അതാ അവൻ്റെ പുറകിലൊരു മനുഷ്യൻ നിൽക്കുന്നു. അവൻ പേടിച്ച് തിരിഞ്ഞു നോക്കി. അപ്പോൾ അവിടെ ആരെയും കാണാൻ പറ്റിയില്ല. അപ്പോൾ ഒന്നുകൂടെ കണ്ണാടിയിലേക്ക് നോക്കി. അപ്പോൾ അതാ അയാൾ വീണ്ടും അവൻ്റെ അടുത്തേക്ക് വരുന്നു. അവൻ പിന്നെയും പേടിച്ച് ആരാ നീ എന്ന് പറഞ്ഞ് തിരിഞ്ഞു നോക്കി. പക്ഷെ അന്നേരം അവിടെയൊന്നും ആരെയും കാണാൻ പറ്റിയില്ല. അവൻ കണ്ണാടിയിൽ നോക്കിയപ്പോൾ അയാളുടെ മുഖം വ്യക്തം. അപ്പോൾ അവൻ്റെ മനസ്സിലേക്ക് കുറച്ച് ഓർമ്മകൾ വന്നു. ഒരു 6-7 വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലൊരു മഴയുള്ള രാത്രി അവനും അവൻ്റെ ഫ്രണ്ടും കൂടെ ഒരു ഹോട്ടലിൽ റൂം എടുത്തു. അപ്പോൾ അവരമ്മ എന്തോ തർക്കമുണ്ടായി. ആ തർക്കത്തിലുള്ള ദേഷ്യത്തിൽ അർജുൻ അവൻ്റെ ഫ്രണ്ടിനെ തള്ളിയിട്ടു. അവൻ ചെന്ന് വീണു. അപ്പോൾ ആ ഫ്രണ്ട് അനങ്ങിയില്ല. പേടിച്ച് അർജുൻ അവിടെ ഓടി. തിരിഞ്ഞു പോലും നോക്കിയില്ല. അവനൊരു കൊലയാളിയാണെന്ന് വിശ്വസിച്ച് ഈ 6 വർഷം അവൻ ജീവിച്ചു. അങ്ങനെ അവനാ തള്ളിയിട്ട ഫ്രണ്ടാണ് അവൻ്റെ പുറകെ നിൽക്കുന്നത്. അയാളുടെ ദേഹത്തോടൊക്കെ ചോര ഒലിക്കുന്നുണ്ടായിരുന്നു. അർജുൻ അലറി, ഞാൻ ആരെയും കൊന്നിട്ടില്ല. അവൻ്റെ ഫ്രണ്ട് പറഞ്ഞു, ശരിയാ, നീ ആരെയും കൊന്നിട്ടില്ല, നീ തിരിഞ്ഞു നോക്കിയില്ല. അർജുൻ ഒന്നുകൂടെ ആലോചിച്ചു. ശരിക്കും അവൻ്റെ ഫ്രണ്ട് മരിച്ചില്ലായിരുന്നു, അയാൾക്ക് ജീവനുണ്ടായിരുന്നു. ഒരുപക്ഷെ അർജുൻ തിരിഞ്ഞു നോക്കി അയാളെ രക്ഷിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഇപ്പോഴും അയാൾ ജീവനോടുണ്ടായിരുന്നേനെ. അതിനുശേഷം അയാൾ പറഞ്ഞു, ഞാൻ അറിഞ്ഞുകൊണ്ടല്ല, ഞാൻ അന്നേരം പേടിച്ചിട്ടാണ്. അവൻ്റെ ഫ്രണ്ട് പറഞ്ഞു, എന്തെങ്കിലും ആവട്ടെ, എന്തായാലും ഞാനിപ്പോൾ ജീവനോടില്ലല്ലോ. അവൻ തിരിഞ്ഞു നോക്കാതിരുന്നതുകൊണ്ട് അന്ന് അവൻ്റെ ഫ്രണ്ട് അവിടെ കിടന്ന് ചോര ഒലിച്ച് മരിച്ചു. അതിനുശേഷം നേരം വെളുത്തു. പക്ഷേ അർജുനെ പിന്നെ ആരും കണ്ടിട്ടില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്റ്റോറി. താങ്ക് യു ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് കൂടെ ചെയ്യണേ.